വിലാടത്തിലെത്തിച്ച് സദസ്സതലഭസ്മമായിരിക്കുന്ന ശിരസയ്ക്കെല്ലാത്തിനും ഉറപ്പിച്ച് ധ്യാനിച്ചാൽ മാത്രമേ ഈ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഈ നാരായണനെ ഈ വിഷ്ണുമൂർത്തിയെ ദർശനം ചെയ്യാൻ പറ്റും. അല്ലേ കോമനെ? എന്നാൽ ഇപ്പോൾ തിങ്കിൽ എൻ്റെ കലാകാരന്മാരുടെ ഭക്തി കൊണ്ടും പ്രയത്നം കൊണ്ടും അല്ലേ ഞാൻ ചവിട്ടിത്താണ് വട്ടം പിടിച്ചിരിക്കുന്നതായ ഈ അമരഭൂമിക്കകത്ത് ഈ നാരായണൻ ഇന്ന് പ്രത്യക്ഷനായി. അല്ലേ, സന്തോഷമായോ? നിങ്ങൾ സന്തോഷമായോ കോമനെ? സമസ്ത ലോകങ്ങളും ജലകാരമായി പരിണമിച്ചപ്പോൾ ആ കാരണജലത്തിങ്കിൽ നിന്ന് സമാധി എന്ന നിദ്രയെ അംഗീകരിച്ച് ശയിക്കുന്ന ഭഗവാന്റെ നാഭീപത്മത്തിൽ നിന്നൊരു വത്വവും ആ പത്മത്തിൽ നിന്ന് ലോകസിദ്ധാർത്ഥം ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് വരവസൃഷ്ടിയുണ്ടായി. മനസ്സിൽ നിന്ന് മാരീചൻ, നേത്രത്തിൽ നിന്ന് സ്ത്രീ, മുഖത്തിൽ നിന്ന് അഗ്രസ്, പ്രാണനിൽ നിന്ന് ഋതു, നാഭീങ്കിൽ നിന്ന് പുലകൻ, കർണത്തിൽ നിന്നും പുലച്ചൻ, തൊക്കിൽ നിന്നും പ്രഭു, അങ്കുശത്തിൽ നിന്ന് ദക്ഷൻ, വിസംഗത്തിൽ നിന്നും മഹാഭാഗവനായ നാരദൻ, വലത്തെ സന്യത്തിൽ നിന്ന് നാരായണൻ, വിത്തഭാഗത്തിൽ നിന്ന് നിധിയും, മുക്തയിൽ നിന്ന് ക്രോധവും, മധുരത്തിൽ നിന്ന് ലോപവും, ചായിങ്കൽ നിന്ന് കർമ്മ പ്രജാപതിയെയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്ക് സ്ഥിതിയായി ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരും വന്ന് നിലനിൽക്കും. അല്ലേ കോമനെ? ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരിൽ ആരാണ് പ്രപഞ്ച ശക്തി എന്ന് സംശയം? ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാർ സഭാപത്യത്തിൽ ദേവന്മാരേവരെയും വിളിച്ചു. അഹങ്കാരിയായിരിക്കും ഒരു ബ്രഹ്മാവും സനകാദികളായിരിക്കുന്ന ഇന്ദ്രന്മാരും യക്ഷന്മാരും കിന്നരന്മാരും കിൻപുരുഷാദികളും എൻ്റെ ശക്തിയെ പരീക്ഷിച്ചിട്ടുണ്ട്. അല്ലേ, അന്ന് സർവ്വവ്യാപിയായിരിക്കുന്ന ഈ ഭഗവാൻ സർവ്വജീവജരാചരങ്ങളിൽ നിലകൊള്ളുന്നുണ്ട്. നിങ്ങൾ കാണുന്നതൊക്കെയും ഞാനാകുമെന്നും ഒഴിഞ്ഞിട്ടുണ്ട്. അല്ലേ കല്ലാടി? അന്ന് എവിടേക്കാണ് എന്നെ ദർശിച്ചത്? അന്ന് എവിടേക്കാണ് എന്നെ കണ്ടത് കല്ലാടി? ആദിത്യയുടെ പന്ത്രണ്ട് മക്കളിൽ ആദിത്യന്മാരായ വിഷ്ണുവായിട്ടും ജ്യോതിർഗോളങ്ങളിൽ ആഗമനാകുന്ന സൂര്യനായിട്ടും മരുത്തുക്കളിൽ മാരീചയായിട്ടും നക്ഷത്രങ്ങളിൽ ചന്ദ്രനായിട്ടും വേദങ്ങളിൽ സാമവേദമായിട്ടും ദേവന്മാരിൽ ഇന്ദ്രനായിട്ടും ഏകരശിസുകളിൽ കുബേരനായിട്ടും വസുക്കളിൽ അഗ്നിയായിട്ടും സേനാധിപന്മാരിൽ സുബ്രഹ്മണ്യനായിട്ടും ജലാശയങ്ങളിൽ സമുദ്രമായിട്ടും വൃക്ഷങ്ങളിൽ അരയാലായിട്ടും സിദ്ധന്മാരിൽ കമലാവടിയും കുതിരകളിൽ സുചേന്ദ്രവസിയും ആനകളിൽ ഐരാവതും പശുക്കളിൽ കാമധേനും സർപ്പങ്ങളിൽ അനന്തനായിട്ടും ജലാശയങ്ങളിൽ വരുണദേവനായിട്ടും എണ്ണിക്കണക്കാക്കുന്ന അളവുകൾ കാലമായിട്ടും മൃഗങ്ങളിൽ സിംഹവും പക്ഷികളിൽ ഗരുഡനും പശുക്കളിൽ കാറ്റും ആയുധധാരികളിൽ വീര ശ്രീരാമനും അല്ലേ ജീവജരാചരങ്ങൾക്ക് മൂലമായിട്ടും ജീവജരാചര വസ്തുക്കൾക്ക് പ്രാണനായിട്ടും അല്ലേ വിഗ്രഹമൂർത്തികളിൽ സംഹാരമൂർത്തിയാകുന്ന നരസിംഹമായിട്ടും അന്ന് അഖില തേജസ്സായിരിക്കുന്ന ഈ വൈഷ്ണവ തേജസ് എന്താണെന്ന് ഈ പ്രപഞ്ചത്തിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തത്. അല്ലേ കല്ലാടി? ഇരിക്കട്ടെ. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നതായ ഈ ഭഗവാന്റെ വിശ്വരൂപത്തെ നിങ്ങൾക്ക് ഇന്ന് കാണുവാൻ സാധിച്ചു. അല്ലേ ഭക്തന്മാരെ? ഇരിക്കട്ടെ. എന്നാൽ ഇപ്പോൾ അല്ലേ നിങ്ങളെ സംരക്ഷിക്കണം, നിങ്ങളാവുന്ന രക്ഷയ്ക്ക് തുണയായി നിൽക്കണം. നാരായണ എന്ന് വിളിക്കുന്ന ദിക്കിനകത്ത് നരകപീഠമെത്താത്ത തക്കമാണ് അത് രക്ഷിക്കാം ഈ ലോകനാഥൻ. അതുപോലെ നിങ്ങൾക്ക് അതുപോലെ കിഴക്കാരാ നിരവധി എന്നും വിശേഷിക്കണോ? വിശേഷിക്കണോ? അല്ല